ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ നമ്മളെ വെടിവെച്ച് ആണ്ടവർ നമ്മളെ മക്കളാക്കിയാച്ച് ഞാനതിനെപ്പറ്റി നേരത്തെ ഞാൻ ചൊല്ലിയാച്ച് നിങ്ങളത് കേട്ടിടും, അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചിടും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇന്നേക്ക് നമുക്ക് പിന്നെയും നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് പോയിടാം. നമ്മുടെ സബ്ജക്റ്റ് എന്നാന്ന് ചൊല്ലിയാൽ ഇന്ന് നമ്മൾ ഈ മെസ്സേജ് എൻ്റെ എപ്പിസോഡ് 51 താൻ നമ്മൾ പോകുന്നത്. 51 നമുക്ക് എഫീസ് ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ വാസിച്ചിടാം. നമ്മൾ അതിന് മുമ്പേ നേരത്തെ ഞാൻ ചൊല്ലിയത് ആണ്ടവർ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് നൽകിയിരിക്കുക. ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംബന്ധം നൽകിയിരിക്കുക. അത് ആരുമായിട്ട് സംബന്ധം എന്ന് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ വിസാരിച്ചാച്ച്, അതായത് ആണ്ടവർ നമ്മളെ നേസിച്ചപ്പോൾ നമ്മളോട് കാണിച്ച സ്നേഹം എന്ന് ചൊല്ലിയാൽ എപ്പോഴും നേസം എന്ന് ചൊല്ലിയിരിക്കുന്നത്, ആണ്ടവർ കാണിച്ച നേസം നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത നമ്മളെ നേസിച്ചാച്ച് അതുകൊണ്ട് താൻ നമ്മൾ ഇങ്ങനെ വാസിച്ചപ്പോൾ നമ്മൾ എന്നെ വാസിച്ചാച്ചേ ഭാര്യ ഭർത്തൃ ബന്ധം നമുക്ക് യാതൊരു സംബന്ധമേ கிடைക്കാതെ അങ്ങനെ ഇരുന്ന നമ്മളെ നേസിച്ച് എന്നെ ആക്കിയാച്ചേ നമ്മുടെ പൊണ്ടാട്ടിയാക്കി മാറ്റിയാച്ചേ. അതായത് ആണ്ടവരുടെ നമ്മൾ പൊണ്ടാട്ടിയാണ്, അല്ലെങ്കിൽ ആണ്ടവരുടെ സഭയാണ്. അന്നേരം നമുക്ക് റിലേഷൻഷിപ്പ് നമ്മളെപ്പറ്റി നമ്മൾ കേട്ടാച്ചേ. എന്നാ കേട്ടാച്ചേ? അമ്മ അപ്പന്മാർ നമുക്ക് അടുത്ത ബന്ധം, അവരിൽ നാം ഉണ്ടായത് സഹോദരങ്ങൾ നമ്മുടെ അടുത്ത ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ, അല്ലെങ്കിൽ എന്നാ ചൊല്ലിയാൽ തങ്കച്ചി, അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ, എല്ലാമേ അതെല്ലാം നമ്മുടെ കൂട്ടു സഹോദരന്മാർ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ, അവർ നമ്മുടെ ബന്ധുക്കാർ, അത് നമ്മുടെ ബ്ലഡ് റിലേഷൻ ആയിരിക്കും. എന്നാൽ ബ്ലഡ് റിലേഷൻ അല്ലാത്ത ആരുതാൻ ഭാര്യയായിട്ട് ബ്ലഡ് റിലേഷൻ ഇരിക്കുക. നിന്റെ ഭാര്യയെ നീ കല്യാണം പണുന്നതിന് മുമ്പേ നീ നേരത്തെ പാത്താച്ചാ? ചിലപ്പോൾ ശരിക്കും ഞാൻ അതിന് മുമ്പേ പാത്താച്ചേ, പക്ഷേ അവരുമായിട്ട് ബന്ധമിരിക്കേ. ബന്ധം എപ്പം വന്നു? ഒരു കല്യാണം പണിയപ്പോൾ താൻ ബന്ധം വന്നു. കല്യാണം പണ്ണുമ്പോൾ ഞാൻ ഇന്നേക്കും ഞാൻ പോയി കല്യാണം പണ്ണുമ്പോൾ നമ്മൾ എപ്പോഴാണ് കല്യാണം പണ്ണുന്നത്? നമ്മളെ പൊണ്ണിനെ പൊണ്ണ് നമ്മളെ പാത്ത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും പാത്ത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞ് നമ്മൾ ഇഷ്ടം തോന്നിക്കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിൽ ഒരു ഇഷ്ടം വന്ന് ഇവൾ എൻ്റെ പൊണ്ടാട്ടിയായിട്ട് എനിക്ക് തേവപ്പെടും, എനിക്ക് അതെന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, നല്ല കാര്യം. ആ പൊണ്ടാട്ടി അല്ലെങ്കിൽ ആ പൊണ്ണ് എന്നെ വിചാരിച്ച്, ഇവൻ എന്നെ കണവനായി എനിക്ക് വേണം, ഇവനെ കല്യാണം പണ്ണ്, ഇവനുമായിട്ട് എനിക്ക് ബന്ധം വേണം, ഇവനുമായിട്ട് ഞാൻ നേസം വെച്ച്. അന്നേരം അതിനു വേണ്ടി നമ്മൾ എന്നാ പണ്ണുക? നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ പെണ്ണ് നമ്മൾ പയ്യന് ആദ്യം പയ്യൻ താൻ അല്ലെങ്കിൽ കണവർ, അല്ലെങ്കിൽ പയ്യനും എന്നാ പണും പെണ്ണിൻ്റെ വീട്ടിലെ ചെന്നിടും. പെണ്ണിൻ്റെ വീട്ടിലെ പോയി അവളെ പോയി പാത്തിടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ പറ്റും? നമ്മൾ എൻഗേജ്മെൻറ്റ് പണും. എൻഗേജ്മെൻറ്റ് പണുന്നതെന്ന് നമ്മൾ വിലപേശിടും. എപ്പടി വിലപേശിടുന്നത് നമുക്ക് ഇപ്പം അതൊന്നുമേ ഇല്ല, എന്നാലും നമ്മൾ വിലപേശുന്നത് ഓക്കെ, നീ എന്നെ വേല പണ്ണുവാ, അവരെന്നെ വേല പണ്ണുവാ, അത് ശരി, ഇത് ശരി, ഓക്കെ, നീ എൻ്റെ കൂടെ വസിക്കുമോ, അല്ലെങ്കിൽ നീ എനിക്ക് നീ ഇത്ര സ്വർണം തരണോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൈസ തന്നിരണോ, നീ അപ്പടി വിലശ, അല്ലെങ്കിൽ നീ എന്നെ പാക്കണം, അങ്ങനെ രണ്ടുപേരുമായ ഒരു വിലപേശം. അത് വിലപേശൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നെ ആയിടും. ആ വിലപേശൽ കഴിഞ്ഞ് കഴിയുമ്പം ഓക്കെ, എല്ലാ കാര്യങ്ങളും അത് തീരുമാനത്തിലായി, എല്ലാ രണ്ടുപേരുമേ ശരിയായാച്ച്. അന്നേരം അത് ഈ അടുത്ത പരിപാടി എന്നതാ? അടുത്ത പരിപാടി താൻ എന്ന് ഉറപ്പ്, അല്ലെങ്കിൽ എന്നാ ചൊല്ലുക, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ
കല്യാണം പണിതിന് മുമ്പേ ഉള്ള ഇത് ഉറപ്പ് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അതിനെ ചൊല്ലുന്ന വചനം എനിക്കത്, അതായത് ഇറ്റ് ഇസ് എ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിന് നമ്മളൊരു ഒരു 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 സാക്ഷ്യം വഹിക്കുക. അവരെ നമ്മുടെ ബന്ധുക്കാരെ അവരുടെ ബന്ധുക്കാരുമായിട്ട് നമ്മൾ പേശിയിട്ട് നമ്മൾ ഒരു കണ്ടീഷനിലെത്തി എന്നിട്ട് നമ്മൾ ചൊല്ലുകയാണ്, എനിക്ക് ഈ പൊണ്ണെ തന്നെ വേണം, ഞാൻ ഈ പൊണ്ണെ കല്യാണം കെട്ടും, ആ പൊണ്ണും പോലും എനിക്ക് ഈ മനുഷ്യനെ എനിക്ക് തൃപ്തിയാച്ച ഞാൻ ഇവനെ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ നമ്മൾ പണത്? അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് തിരിയും. ഞാൻ എന്തിനാ ചൊല്ലുന്നത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ നിനക്ക് ആണ്ടവരുമായി നമ്മളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ചൊല്ലാൻ നമ്മൾ. അത് കഴിഞ്ഞിട്ട് എന്നാ പണും? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ പണും? കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയിക്കുമ്പോൾ നമ്മൾ എല്ലാവരുമേ വിളിച്ചു കൂട്ടും, എല്ലാവർക്കുമേ ശാപ്പാട് കൊടുക്കും. അതിന് മുന്നാടി നമ്മൾ എന്നെ ചെയ്യുന്ന ശാപ്പാട് കൊടുക്കുന്ന മുമ്പ് നമ്മളെല്ലാം ഇരുന്ന് നമ്മൾ നമ്മുടെ ആശാരികൾ അല്ലെങ്കിൽ പൂജ പണുന്ന പുരോഹിതനോട് നമ്മൾ ആയിട്ട് ബന്ധം ഉണ്ടാക്കി, എന്നിട്ട് അവരൊരു ഒത്തുതീർപ്പിലായി നമ്മൾ എന്നിട്ട് എന്നെ പണും. എന്നിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ മോതിരം നമ്മൾ മാറും. അത് മറ്റുമല്ല, നമ്മൾ എന്നെ മാറും, കഴുത്തിലെ താലി കെട്ടും. ഓക്കെ, ഇതെന്നെ കാണിക്കുന്നത്, താലി കെട്ടുന്നത് എന്നെ കാണിക്കുന്നത്, ഒരു പുരുഷന് ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എന്താണ് നമ്മൾ അതൊരു ചിഹ്നം ചിഹ്നം മറ്റുമല്ല. നീ അപ്പടി വിചാരിക്കാതെ ഒരു ചിഹ്നം മറ്റുമല്ല. അതായത് താലി കെട്ടു എന്ന് ചൊല്ലുമ്പം എന്നെ ചെയ്യുക, അവൾ കഴുത്ത് നീട്ടിക്കൊടുത്തിടുക, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഭാര്യയായി ഇരുന്നു കൊള്ളാമെന്ന് മൗനസമ്മതം വെച്ച് തല കുനിച്ചിടുക. അല്ല, അന്നേരം തല കുനിച്ചിടുമ്പോൾ നമ്മൾ എന്നെ പെട്ടു, ശരി നീ ചൊല്ലിയത് എനിക്ക് ശരി പുഴിഞ്ഞാച്ചേ വേണ്ട, ഇതിന് ഞാൻ ഒരു ചിഹ്നമായിട്ട് ഞാൻ നിന്റെ കഴുത്തിലെ കയറി കെട്ടു. അതായത് ഇനി നീ എൻ്റെ കെട്ടിൽ താൻ നിൽക്കുന്നത്, ഞാൻ നിന്നെ കെട്ടിയാച്ചേ, നീ എൻ്റെ ഭാര്യ ആയാച്ചേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ പണുക? അത് കഴിഞ്ഞിട്ട് മോതിരം നമ്മൾ മാറ്റും. മോതിരം മാറ്റുമ്പോൾ ഇതാണ് എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ചിഹ്നം. അതായത് എൻ്റെ ഈ മോതിരം നീ അപ്പം പാക്കുമ്പോഴും നീ എന്നെ വിചാരിക്കണം, നിനക്കൊരു കനവരിയിരിക്കരുത്, എനിക്കൊരു കനവരിയിരിക്കരുത്, എനിക്കൊരു ഭർത്താവിരിക്കരുത്. ആ ഭർത്താവ് താൻ എൻ്റെ കനവര്, അവർ താൻ എൻ്റെ ഇഷ്ട മനുഷ്യൻ, അവനെ താൻ ഞാൻ നേസിക്കും, അവന് താൻ ഞാൻ എല്ലാമേ കൊടുത്തിടും. അതായത് നീ ഒരു കമ്മിറ്റ്മെൻറ്റ് പണുക, പൊണ്ണൊരു കമ്മിറ്റ്മെൻറ്റ് പണുക, എന്നെ പണുക, ഞാൻ അവന് വേണ്ടി, അവന് കീഴ്പ്പെട്ട് അവന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കൊടുത്തിടും എന്ന് നമ്മൾ ചെയ്യും. ഇതുവരെ എங்கே വാസം പണിയാച്ചേ? ഈ പൊണ്ണ് ഇതുവരെ അപ്പനും അമ്മയുടെയും കൂടെ താൻ വാസം പണിയാച്ച, അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ തങ്കച്ചി റിലേഷൻഷിപ്പ് അവരുമായിട്ട്. ഇനി എന്നാ പണുക? കല്യാണം പണിക്കഴിഞ്ഞാൽ എന്നെ പണുന്നത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊണ്ണ് എங்கே പോയിടും? ഭർത്താവിൻ്റെ വീട്ടിലേ പോയിടും. ഭർത്താവിൻ്റെ വീട്ടിൽ ആരെങ്കിലും തിരിയുമോ? ആരുമേ തിരിയാതെ ഒന്ന് പാത്താച്ച അത് ശരിതാ. എന്നിട്ട് നമ്മൾ ആ പൊണ്ണ് എന്നെ വിചാരിക്കുക, ഇതെൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അപ്പന് അമ്മ, അതായത് അവർ തന്നെ എൻ്റെ അപ്പ അമ്മ. ഇതുവരെ നിനക്ക് ഉണ്ടായിരുന്ന രക്തബന്ധം നീ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ നീ ചൊല്ലുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വന്തക്കാർ എൻ്റെ സ്വന്തക്കാർ, ഭർത്താവിൻ്റെ അപ്പയും അമ്മയും എൻ്റെ സ്വന്തം അപ്പ അമ്മ, അവർ ഭർത്താവിൻ്റെ സഹോദരി അത് എൻ്റെ സ്വന്തം സഹോദരി, എൻ്റെ സ്വന്തം സഹോദരങ്ങൾ എന്ന് നീ ഒരു കമ്മിറ്റ്മെൻറ്റ് പണുക. അത് മട്ടുമാ. അത് കഴിഞ്ഞ് ഇതുവരെ ഈ പൊണ്ണ് ഒറ്റയ്ക്ക് ഒരു കട്ടിലേക്ക് കടന്നിരിക്കുന്നത്, ഒരു ബെഡേ താൻ കിടക്കുന്നത്. ഇപ്പം രണ്ടുപേരും കൂടെ ഒരു ബെഡേ കിടക്കുന്നു. അതായത് നമ്മളൊന്ന് വിചാരിച്ചു, ഒരു പൊണ്ണും ഒരു പയ്യനും കൂടെ ഒരുമിച്ച് കട്ടിലേക്ക് കിടക്കാൻ പറ്റുമോ? എന്നാൽ ഈ ഒരു താലിക്കെട്ടി കെട്ടിക്കഴിയുമ്പോൾ എന്നാ പറ്റും? അവളുടെ ചിന്താഗതി, അവളുടെ വീഷൻ മാറിയിട്ട് എന്നാ പറ്റും? അവളോട് നേസം അവനോട് നേസം വന്നിട്ട് അവൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി റെഡിയായി. നീ പാത്താച്ചാൻ
ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഒരു റിലേഷനും ഇല്ലാത്ത ഒരു മനുഷ്യനെ നീ കണ്ടിട്ട് ഒരു കയറ് നിന്റെ കഴുത്തെ കെട്ടിക്കഴിഞ്ഞപ്പോൾ നീ അവനെ അടിമയായി തീരുക. അത് എപ്പടി ന്യായം? ഞാൻ ഇതിന് അത് തപ്പല്ല சொல்லுது. ഞാൻ சொல்லுന്നത് ഞാൻ വിസാരിക്കാൻ വേണ്ടി നിങ്ങളോട് சொல்லுவது. എന്ന് പറഞ്ഞാൽ അതേപോലെ ആ പയ്യൻ എന്നാ പണുവാ, ഇത് എൻ്റെ ഭാര്യ, ഇതുവരെ ഞാൻ ഇവളെ പാത്തിട്ടില്ല, ഇനി ഇവക്ക് വേണ്ടി ഞാൻ എല്ലാം ഞാൻ കൊടുക്കും. അവൾക്ക് തേവപ്പെടുന്നത് എന്താ? അവൾക്ക് സാപ്പാട് വേണം ഞാൻ കൊടുക്കും, അവൾക്ക് തുണി വേണ്ട ഞാൻ കൊടുക്കും, അവൾക്ക് വീട് വേണ്ടി ഞാൻ കൊടുക്കും, അവൾക്ക് എന്നാ തേവപ്പെടുമോ എല്ലാം ഞാൻ കൊടുക്കും. ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ആയിടുക. അതുതാൻ ആണ്ടവരായ യേശു ക്രിസ്തുവും നമ്മളോട് ശരിക്കും ഞാൻ എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് നാളെ ഞാൻ അതിനെപ്പറ്റി ഞാൻ ചൊല്ലിടാം. അത് നമുക്ക് എന്നാ നമുക്ക് മനസ്സിലാക്കി, ഈ കല്യാണം എന്ന് ചൊല്ലിയത് ചുമ്മാ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഇത് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ബന്ധം മാത്രമല്ല, അല്ലെങ്കിൽ എല്ലാവരെയും കാമിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമല്ല. ഇതൊരു കമ്മിറ്റ്മെൻ്റാണ്. അത് കഴിഞ്ഞിട്ട് നീ നിനക്ക് സ്ത്രീമാ, ഈ പൊണ്ണ് ഇനി വേറെ ഈ പയ്യൻ്റെ കൂടെ പോയിടുമ്പോൾ ആരെങ്കിലും ഇത് ആരെന്ന് ചൊല്ലുമ്പോൾ ഇതെൻ്റെ ഭർത്താവ് താൻ, ഇത് എൻ്റെ ഭർത്താവ്, അതായത് ഇത് എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കണവൻ എന്ന് ചൊല്ലി. അവനോ ഈ പൊണ്ണാര്, നീ ഈ പൊണ്ണിലൂടെ നീ എപ്പടി പോവുത്, ഈ പൊണ്ണുമായിട്ട് നിനക്ക് എന്നാ ബന്ധം എന്ന് ചൊല്ലുമ്പം ഇവൾ താൻ എൻ്റെ ഭാര്യ, ഇവൾ താൻ എൻ്റെ മനവി, ഇവള് താൻ ഇവളെ ഞാൻ കല്യാണം പണിയാച്ച്, ഇത് എൻ്റെ സ്വന്തം ശരീരം പോലെ ഞാൻ അവളെ നേസിച്ചിട്ടുള്ളൂ. അവൾ എൻ്റെ ഇത് നീ ചൊല്ലിയില്ലെങ്കിൽ എന്നാ പറ്റും? നിങ്ങളുടെ കല്യാണം ശരിയായില്ല. അതായത് പിന്നെ അമേരിക്കയിൽ ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് തിരിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൊണ്ണും ഒരു പുരുഷനും കൂടെ പോവുക, ആരെങ്കിലും അവർ കല്യാണം പണിയോ ഇല്ലയോ ഒന്നുമേ കാര്യമേ ഇല്ല. ഒരു പൊണ്ണോടെ ചൊല്ലിയ ഇത് ആരെന്ന് ചൊല്ലിയാൽ അവൾ പറയുക, അവൾ ഭർത്താവെന്ന് ചൊല്ലിയാൽ ഭർത്താവ് തന്നെ. അന്നേരം ആ ഭർത്താവിനോട് ആൾക്കാർ ചോദിക്കും ഇതാരും ഭാര്യ എന്ന് ചൊല്ലിങ്ങാൽ ഭാര്യ. അത് ചിലർ എന്നാ പറയണം, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗേൾ ഫ്രണ്ടാന്ന് ചൊല്ലി കല്യാണമായില്ല. കല്യാണം ആവണമെന്നുണ്ടെങ്കിൽ, മാരേജ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് பண்ணണം, നമ്മുടെ വാ കൊണ്ട് ചൊല്ലണം. അത് ചൊല്ലിയെങ്കിൽ അത് കല്യാണമേ അല്ല. അതേപോലെ താൻ നമ്മളും ഇതുപോലെ തന്നെ. അത് തന്നെയല്ല നമ്മൾ കല്യാണം പണുമ്പോൾ ഈ ആൾക്കാർ എന്തിനാ കൂട്ടി വരുത്തുന്നത്? അവരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ചൊല്ലിടുക, ഈ പുരുഷൻ എൻ്റെ ഭർത്താവ്, ഈ സ്ത്രീ എൻ്റെ ഭാര്യ എന്ന് എല്ലാവരുടെ മുമ്പിൽ ചൊല്ലുക. അതുതാൻ സാക്ഷ്യം. അപ്പടി സാക്ഷ്യം ഇല്ലെങ്കിൽ അത് കല്യാണമേ கிடைக்காது. അന്നേരം ഞാൻ എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ആണ്ടവർ ഞാൻ നാളെ ഇതിനെപ്പറ്റി ബാക്കി ഞാൻ ചൊല്ലിടാം. ആണ്ടവർ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ നമ്പർ ഞാൻ പിന്നെ ചൊല്ലിടുക. എൻ്റെ നമ്പർ 9791843308 97184 3308 അതാണ് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ കൂപ്പിടാം. എൻ്റെ പേരെല്ലാമേ ഇതിൽ കിടക്കരുത്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ നമുക്ക് കൂപ്പിടാം. ആണ്ടവരുടെ നാം മഹിമപ്പെടാനായിട്ട് നമുക്ക് നാളെ ഇതിനെപ്പറ്റിയുള്ള സത്യം പിന്നെ നമുക്ക് വിസാരിച്ചിടാം. ആണ്ടവരുടെ നാം മഹിമപ്പെടാനായിട്ട്. ആമേൻ.